മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനാ വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. സങ്കീർത്തനം 46:10. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമായി നമുക്ക് തമ്പുരാനോടുകൂടി ഈ സമയം ആയിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കും ഈ സമയം, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിനോട് കൂടെ ആകുന്ന ഏറ്റവും മനോഹരമായ ഹൃദ്യമായ ഒരു സമയമാണിത് എന്ന് നമുക്ക് ഓർമ്മിക്കാം. സാധിക്കുന്നവരൊക്കെ തമ്പുരാൻ്റെ തിരുമുമ്പിൽ തന്നെ ഇരിക്കുക. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ 40 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, മർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ ഈശോ എത്തി. അവൻ അവരോടുകൂടെ ആയിരുന്നു കുറേ സമയം. അവരുടെ പരാതികൾ കേട്ടും അവർക്ക് ആശ്വാസം പകർന്നും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുത്തും ഹൃദയ രഹസ്യങ്ങൾ പങ്കിട്ടും ഈശോ അവരുടെ വീട്ടിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലൊരു അനുഭവമായിരിക്കട്ടെ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത്. നിങ്ങളുടെ ഭവനത്തിൽ ഈശോ നിങ്ങളൊരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് വന്നിരിക്കുന്നു. മറിയത്തെപ്പോലെ നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പിലായിരിക്കാം. അവരോട് ചേർന്നിരിക്കുന്ന സമയം. സങ്കീർത്തനം 54:4 നമ്മൾ വായിക്കുന്നത് പോലെ, കർത്താവാണ് എൻ്റെ സഹായകൻ, അവൻ്റെ സന്നിധിയിൽ ആനന്ദമുണ്ട്. കർത്താവാണ് എൻ്റെ സഹായകൻ, അവൻ്റെ സന്നിധിയിൽ ആനന്ദമുണ്ട്. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന സന്തോഷം ഹൃദയത്തിൽ അനുഭവിച്ച് നമുക്ക് നമ്മുടെ കുടുംബ അംഗങ്ങളോട് ചേർന്ന് ഈ സമയം തമ്പുരാൻ്റെ തിരുമുമ്പിലായിരിക്കും. എത്രയോ ഹൃദ്യമാണ്
ഈ ആരാധനാ സമയം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. നമുക്കതുകൊണ്ട് നമ്മുടേതെല്ലാം തമ്പുരാന് തിരുമുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ വചനം കേട്ടും അവിടുത്തെ തിരുമുഖം ദർശിച്ചും സാന്നിധ്യം അനുഭവിച്ചും ഈശോയോടുകൂടി നമുക്കായിരിക്കാം. നമ്മുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ആരാധനാ സമയം നമുക്ക് കർത്താവിന് സമർപ്പിക്കുകയും ചെയ്യാം. വീണ്ടും നമുക്ക് ശാന്തമായിട്ട് കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിരിക്കാം. യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷം തുടങ്ങുന്നത് പോലും തമ്പുരാൻ്റെ ഈ ഭൂമിയിലെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ടാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോഹന്നാൻ കുറിച്ച് വയ്ക്കുന്നത് നമ്മൾ വായിക്കുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. മനുഷ്യനായി അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ അവൻ്റെ സാന്നിധ്യം ഒരു മാനുഷിക സാന്നിധ്യമായി മാറി. നമ്മുടെയൊക്കെ മനുഷ്യത്വത്തെ ഏറ്റെടുത്ത കർത്താവ് നമ്മിലൊരുവനായി നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമ്മളുടെ പാപഭാരങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് ഉയർത്ത് നമ്മളോടുകൂടി വസിക്കുന്നു. ആ കർത്താവാണ് ഒരിക്കൽ ജനത്തോട് പറഞ്ഞത്, 5000 അപ്പം വർദ്ധിപ്പിച്ച് സംതൃപ്തി അടഞ്ഞതിന് ശേഷം ഈശോ പറഞ്ഞു, ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. പക്ഷേ അന്നത്തെ ജനത്തിന് അതൊന്നും മനസ്സിലായില്ല. അവരങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു, ഇതെങ്ങനെയാ സംഭവിക്കുക? താൻ പറഞ്ഞതൊന്നും മാറ്റിപ്പറയാതെ അത് ഹൃദയത്തിൽ വച്ചുകൊണ്ട് നടന്ന തമ്പുരാൻ പെസഹ വ്യാഴാഴ്ച, നമ്മൾ ഓർക്കുന്നില്ലേ ഈ ദിവസങ്ങളിൽ നടന്ന പെസഹായൊക്കെ? പെസഹ വ്യാഴാഴ്ച രാത്രി അവൻ അപ്പം എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന്? അന്ന് ഞാൻ പറഞ്ഞ ആ വചനം ഇന്നിതാ ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു. ഇതാ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മുറിക്കപ്പെടുന്ന ശരീരം, ഇതാ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തം. അവൻ തൻ്റെ സാന്നിധ്യം ഈ പദാർത്ഥങ്ങളിലേക്ക്, ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഒതുക്കി വച്ചു. നമുക്ക് കണ്ണു തുറന്ന് ഈ വിശുദ്ധ കുർബാനയെ നോക്കിയിരിക്കാം. ഞാനാകുന്നു ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞവൻ ഒരപ്പമായി നമ്മുടെ മധ്യേ ആയിരിക്കുന്നു. ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നവൻ ഈ പദാർത്ഥത്തിലേക്ക് ഒതുങ്ങി നമ്മുടെയൊക്കെ അന്നന്നെ അപ്പമായി തീർന്നിരിക്കുന്നു. ഈ വലിയ മഹാസത്യം നമുക്ക് ഓർമ്മിച്ചിരിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, വിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, വിശുദ്ധ കുർബാന ഈശോ എന്ന വ്യക്തിയാകുന്നു. വിശുദ്ധ കുർബാന ഒരു വസ്തുവല്ല, ഈശോ എന്ന വ്യക്തിയാകുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ വളരെ ആരാധന മനസ്സോടുകൂടി ആദരപൂർവ്വം ഈശോയ്ക്ക് പ്രമുഖ സ്ഥാനം നൽകിക്കൊണ്ട് ഈ ദേവാലയത്തിൽ അലങ്കാരം എല്ലാം ചേർത്ത് വെച്ച് നമ്മളിവിടെ ആരാധിക്കുന്ന മനസ്സോടുകൂടി, ആരാധനയോടുകൂടി തമ്പുരാൻ്റെ തിരുമുമ്പിലായിരിക്കുക. അവൻ നമ്മുടെ കർത്താവും ദൈവവുമാണെന്ന് നമുക്ക് ഏറ്റുപറയണം. അപ്പോൾ തമ്പുരാൻ്റെ തിരുമുമ്പിലിരിക്കുന്നതിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പഴയ നിയമത്തിലേക്കൊക്കെ നമ്മൾ തിരിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സാന്നിധ്യം നമ്മൾ കാണും. മനുഷ്യൻ്റെ കൂടെ, ആദ്യ മനുഷ്യൻ്റെ കൂടെ ഹബ്ബയുടെയും ആദത്തിൻ്റെയും കൂടെ ഇറങ്ങി നടന്ന ഒരു ദൈവമില്ലേ? ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ഈശോയെ നമുക്ക് സ്തുതിക്കാം, ദൈവമായി നമുക്ക് അവിടുത്തെ ഏറ്റുപറയാം. നമുക്ക് ഈ സമയം പ്രിയപ്പെട്ടവരെ തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് ഈ ലോകത്തെ മുഴുവനും കൊണ്ടുവരാം. നമുക്കതിന് സാധിക്കും. കാരണം നമുക്ക് നമ്മുടെ ചിന്തകളെ, ഭാവനകളെ ഒന്ന് ഏകാഗ്രമാക്കിയാൽ മതി. ലോകമെമ്പാടുമുള്ള രാഷ്ട്രങ്ങളിൽ ഈ സമയം ഭയത്തോടെ, ഭീതിയോടെ കഴിയുന്ന ജനവിഭാഗം എപ്പോഴാണ് മരണം എന്ന് പറയുന്ന
ആ മഹാസംഭവം കടന്നു വരുന്നത് പേടിപ്പെടുത്തുന്ന ഓർമ്മയായി മാറുന്നില്ലേ പലർക്കും? നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും കഴിയുന്നവരെ ഓർത്ത് ദുഃഖിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടല്ലേ ഇരിക്കുക. രോഗം വന്നവരൊക്കെ ഒന്ന് സൗഖ്യപ്പെടാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമ്മളോടും അവർ പ്രാർത്ഥിക്കാനല്ലേ ആവശ്യപ്പെടുക? നമുക്കതുകൊണ്ട് ഈ ലോകം മുഴുവനെയും ഈ സമയം തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഓർമ്മിച്ചിരിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 15:26 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന ദൈവം പറയുക. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ പോലും അന്യനാടുകളിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാവും. നമ്മുടെ സ്വന്തക്കാരല്ലെങ്കിലും വീട്ടുകാരല്ലെങ്കിലും എല്ലാവരും നമ്മുടെ സ്വന്തമാണ്. നമുക്കതുകൊണ്ട് ഈ സമയം ലോകം മുഴുവൻ സുഖം പകരാൻ, തമ്പുരാൻ്റെ കരുണയുടെ ശക്തി എല്ലാവരിലേക്കും ഇറങ്ങി നിൽക്കാൻ, സൗഖ്യത്തിൻ്റെ ശക്തി എല്ലാവരും സ്വീകരിക്കാൻ, രോഗത്തിൻ്റെ ശക്തികൾ അകന്നു പോകാൻ, വിട്ടുപോകാൻ ഒരു പ്രധാന നിയോഗമായി നമ്മുടെ മനസ്സിൽ ഇത് സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഭീതിയുടെ നിഴലിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി ഓർത്തുകൊണ്ട് എല്ലാവരെയും ഈ ലോകത്തിലുള്ള സകലരെയും തമ്പുരാൻ്റെ കരുണയ്ക്കും സൗഖ്യകരമായ സ്പർശനത്തിനും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. ഈ ലോകം മുഴുവനെയും ആശ്ലേഷിക്കാൻ വേണ്ടി നീട്ടിപ്പിടിക്കാം. എല്ലാവരെയും നമ്മുടെ ഈ കരവലയത്തിൽ നമുക്ക് ഒതുക്കാം. എന്നിട്ട് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോട് കണ്ണീരോടുകൂടി നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ ലോകം മുഴുവൻ സുഖം പകരാൻ വേണ്ടിയിട്ട് നിൻ്റെ കരുണയുടെ കരം, സൗഖ്യത്തിൻ്റെ കരം നീട്ടണമേ നീട്ടണമേ എന്ന് നമുക്ക് ഈ ലോകം മുഴുവനെയും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും ഭയത്തെയും മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്കൊന്നേ ചെയ്യാൻ പറ്റുമോ? പ്രാർത്ഥിക്കുക. നമുക്ക് കരമുയർത്തി എല്ലാവരെയും ഈ കരവലയത്തിൽ ഒതുക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ലോകം മുഴുവൻ സുഖം പകരാൻ, ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ വിഴി തുറക്കൂ. വീണ്ടും പാടാം. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ വിഴി തുറക്കൂ. ഒരിക്കൽ കൂടി പാടാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കണ്ണുകളൊക്കെ അടച്ച് തമ്പുരാൻ്റെ തിരുമുമ്പിൽ ലോകത്തെ മുഴുവൻ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ കരം നീട്ടപ്പെടട്ടെ. ആ കരം കൊണ്ട് തന്നെ അവൻ എല്ലാ രോഗ അണുക്കളെയും ബന്ധിച്ച് ദൂരെ അകറ്റട്ടെ. ലോകം മുഴുവൻ എത്രയും വേഗം സുഖപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിരിക്കാം. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ സർവവും തിരിച്ചറിയുക. തൻ്റെ മുമ്പിലുള്ളത് ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അവൻ്റെ ബലഹീനതകളും പാപങ്ങളും ഓർമ്മിക്കുക. തൻ്റെ മുമ്പിലുള്ള തൻ്റെ കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്, ബോധ്യമാകുമ്പോഴാണ് അവനെല്ലാം അവൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമാണെന്നറിയുമ്പോഴാണ്, പരിശുദ്ധനായ ദൈവമാണെന്നറിയുമ്പോഴാണ് അവൻ തൻ്റെ പാപാവസ്ഥയെക്കുറിച്ച്, ഹൃദയത്തിൻ്റെ മാലിന്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക. ഈ തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത്.
ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു കർത്താവേ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയില്ലേ? അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ പാപിയായ മനുഷ്യനാകുന്നുവെന്ന്? ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു നിൽക്കാം. നിന്റെ തിരുമുമ്പിൽ നിൽക്കാൻ പോലുമുള്ള അർഹത എനിക്കില്ല. ഞാൻ പാപിയായ മനുഷ്യനാണ്, പാപിനിയാണ്, കുറവുകളുണ്ട്, മാലിന്യങ്ങളുണ്ട് ഹൃദയത്തിൽ, മനസാക്ഷി പലപ്പോഴും മരവിച്ചു പോയിട്ടുണ്ട്, നന്മയില്ലാതായിട്ടുണ്ട്. അതെല്ലാം പുറത്ത് കർത്താവെ നിൻ്റെ കരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കും നമ്മുടെ കുടുംബത്തെ, കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ അന്യനാടുകളിലൊക്കെ അകന്നിരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾക്കായി പുറത്തു പോയിട്ടുള്ളവരാകാം. നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു സമയമാണ് ഈ ആരാധനയുടെ സമയം. നമുക്കെല്ലാവരെയും പേര് പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. ഭർത്താവിൻ്റെ പേര് ഭാര്യ പറയണം, ഭാര്യയുടെ പേര് ഭർത്താവ് പറയണം, മാതാപിതാക്കന്മാരുടെ മക്കളുടെ പേര് ചൊല്ലി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും, അടുത്തുള്ളവരെ അകലെയുള്ളവരെയൊക്കെ നമുക്ക് നമ്മുടെ രണ്ട് കരങ്ങളിൽ നമുക്ക് ഈശോയുടെ നേരെ ഇപ്പോൾ നീട്ടിപ്പിടിക്കാം. ഈ രണ്ട് കരങ്ങളിൽ നമുക്കിനി കുറേയേറെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. ഈശോയുടെ നേരെ നമുക്ക് നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാവരെയും കാണുന്ന തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഓരോരുത്തരുടെ ആവശ്യം നമുക്കറിഞ്ഞുകൂടെ? ഓരോരുത്തരെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലില്ലേ? അതെല്ലാം തമ്പുരാൻ്റെ മുമ്പിലേക്ക് നീക്കി വെച്ചുകൊണ്ട് എല്ലാവരെയും നീക്കി നിർത്തി നമുക്ക് എല്ലാവർക്കും വേണ്ടി ശാന്തമായിട്ട് ഒരു നിമിഷം നിശബ്ദമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനും സർവസ്വവും തിരുമുമ്പിൽ അണച്ചു കുമ്പിടുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ഉറക്കെ പാടാം. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുമ്പിട്ട് നമുക്ക് പാടാം. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ദൈവം ഏൽപ്പിച്ചെന്നൊരു കുടുംബമുണ്ട്. ഈ കുടുംബത്തോട് ചേർന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. കുടുംബത്തിൻ്റെ ഭാരങ്ങൾ, അധ്വാനങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ. പക്ഷികൾ പറക്കാനായിട്ടെന്ന പോലെ മനുഷ്യൻ അധ്വാനിക്കാൻ കടപ്പെടുന്നുവെന്ന് പ്രഭാഷകൻ നമ്മോട് പറയും. നമ്മുടെ അധ്വാനങ്ങൾ, അന്നിന് അപ്പത്തിനു വേണ്ടിയുള്ള നമ്മുടെ നെട്ടോട്ടമൊക്കെ നമുക്കിവിടെ ഓർത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളെയും കർത്താവിന് സമർപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടപ്പില്ലേ? ഒരുപാട് നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? ഈ സമയം പ്രത്യേകിച്ച് ഈ പ്രത്യേക കാലാവസ്ഥയിൽ, രോഗാവസ്ഥയിലും നമുക്ക് നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ ബാധ്യതകളെയും, കുടുംബത്തിൻ്റെ എല്ലാ ഭാരങ്ങളെയും, അധ്വാനങ്ങളെയും, കഷ്ടപ്പാടുകളെയും, നമ്മുടെ കൃഷിയിടങ്ങളെയും വളർത്തു മൃഗങ്ങളെയും, നമുക്കുള്ള എല്ലാറ്റിനെയും കർത്താവിന് സമർപ്പിച്ച് വീണ്ടും പാടാം. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ്
വീണ്ടും പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ നമ്മളെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യം ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. ഒന്നാം നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾ. നമുക്കിന്ന് ദേവാലയം അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ്. നമ്മുടെ കുടുംബങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റണം. നമ്മുടെ ആത്മീയ ശുശ്രൂഷകളൊക്കെ വ്യക്തിപരമായ രീതിയിൽ നമുക്ക് നടത്തണം. തമ്പുരാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾ സൗകര്യങ്ങളില്ല എന്നതിൻ്റെ പേരിൽ ദൈവാരാധന നഷ്ടപ്പെടരുത്, പ്രാർത്ഥന നഷ്ടപ്പെടരുത്. ഇങ്ങനെയുള്ള പരിതോവസ്ഥകളിലൊക്കെ നമ്മുടെ ആത്മീയതയുടെ ആഴങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെയൊക്കെ നമുക്ക് ഓർത്ത് ഇനിയും ഈ പരിതോവസ്ഥ തുടരുകയാണെങ്കിൽ തന്നെ കൂടുതൽ ആത്മീയമായി വളരാൻ, വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ, നമ്മുടെ വീടും നമ്മുടെ പരിസരവുമൊക്കെ ഒന്നുകൂടെ ശ്രദ്ധയോടെ വീക്ഷിക്കാൻ, കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ, നമ്മുടെ അയൽവക്കങ്ങളിൽ ആരെങ്കിലും വേദനിക്കുന്നവരുണ്ടെങ്കിൽ, ഇല്ലായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കുള്ളതുകൂടിയൊക്കെ പങ്കുവെച്ച് അവരെയും സഹായിക്കാൻ ഒരുപാട് അനുഗ്രഹങ്ങളും കുറവുകളും നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും വ്യക്തിപരമായ പ്രാർത്ഥനകളെയും നമുക്ക് ഈശോയുടെ മുമ്പിൽ വെച്ച് വീണ്ടും ശാന്തമാവാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തമ്പുരാനോട് പറഞ്ഞ്, നിൻ്റെ വലതുകരം നീട്ടി ഞങ്ങളെയും അയൽപക്കങ്ങളെയും നാടിനെയും രാഷ്ട്രത്തെയും രോഗികളായി കഴിയുന്ന എല്ലാവരെയും, പട്ടിണിയും പരിവട്ടമുള്ളവരെയും വേദനിക്കുന്നവരെയും ആശ്രയമില്ലാത്തവരെയൊക്കെ അനുഗ്രഹിക്കാൻ നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാനുണ്ട് തമ്പുരാൻ്റെ തിരുമുമ്പിൽ. നമ്മുടെ നിശബ്ദമായിട്ട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അന്യരോടൊക്കെ പറയാൻ നമ്മൾ പലപ്പോഴും മടിക്കുന്ന കാര്യങ്ങളുണ്ടാവാം, ഇല്ലായ്മകളുണ്ടാവും. അതൊക്കെ നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ തിരുമുമ്പിൽ വെച്ച് വീണ്ടും നിശബ്ദമായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചു നിൽക്കാം. ഒത്തിരി നന്ദി പറയാനില്ലേ? ഈ ചെറിയ സമയം നമ്മൾ തമ്പുരാൻ്റെ തിരുമുമ്പിലിരുന്നപ്പോൾ നമുക്ക് അവൻ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അദൃശ്യമായ അനുഗ്രഹങ്ങൾ. ചോദിച്ചവയല്ല, ചോദിക്കാത്തവയും നമുക്ക് ആവശ്യമുള്ളവയും അവൻ നൽകുന്നില്ലേ? അവൻ്റെ വലിയ കരുണയ്ക്ക് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും കേൾക്കപ്പെടുന്നുണ്ട്. ഈ തിരുസാന്നിധ്യം നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും തമ്പുരാൻ നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയ്ക്ക് സ്തോത്രം പറയാൻ ഹല്ലേലൂയ പറഞ്ഞ് തമ്പുരാനെ സ്തുതിച്ച് അവൻ്റെ തിരുനാമത്തെ വാഴ്ത്തുന്നിടത്ത് അവൻ്റെ സാന്നിധ്യത്തിന് ശക്തി തീർച്ചയായിട്ടും നിറയും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോഴേ കുടുംബ ദൈവകൃപ പറയും. അതുകൊണ്ട് നമുക്ക് ആ കൃപ നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാവരിലും കുടുംബ അന്തരീക്ഷം നിറയാനായിട്ട് നമുക്കെല്ലാവർക്കും ഉറക്കെ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ സ്തുതി, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ സ്തുതി, യേശുവേ മഹത്വം. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ ഞങ്ങൾ സ്തുതി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ മക്കളിലേക്കും ഞങ്ങളുടെ ജീവിത അവസ്ഥകളിലേക്കും ഞങ്ങളുടെ ഇല്ലായ്മകളിലേക്കും ഒക്കെ അനുഗ്രഹം വർഷിക്കുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈ ചെറിയ പ്രാർത്ഥനാ സമയം ഞങ്ങളിലേക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ മഹത്വം, ദൈവമേ സ്തുതി, ദൈവമേ അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ കരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി പറയുന്നു. ഞങ്ങൾ കാണാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സമയം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ നാട്ടിലേക്ക്, രാജ്യത്തിലേക്ക്, ലോകം മുഴുവനിലേക്ക് വർഷിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഇനി കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹൃദയം തുറന്ന് കരങ്ങളെ യാതനാരൂപത്തിൽ പിടിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു നിൽക്കാം. ഇതാ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളായിരിക്കുന്ന അവസ്ഥകളെ എല്ലാം അനുഗ്രഹിക്കാൻ തയ്യാറുള്ളവനാണ്. അവൻ അനുഗ്രഹിക്കാൻ മനസ്സുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ഇതാ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. എല്ലാവർക്കും സ്വർഗത്തിൽ നിന്ന് ആഗതമാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത
അപ്പം നീ നിത്യമഹോന്നതാപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.